ഹരി ഓം. 61-ാമത്തെ സ്തുതി. രാസപഞ്ചാധ്യായി. രാസക്രീഡാ വർണ്ണനം. ഭഗവാന്റെ തിരോധാനം. ഇത് ദശമസ്കന്ധത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 48 വരെ ശ്ലോകങ്ങൾ. ഭഗവാൻ ശരത്കാല രാത്രികളിൽ ഗോപികമാരുടെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് സമ്മതിച്ചിരുന്നതനുസരിച്ച് ശരത്കാല രാത്രിയിൽ യോഗമായ അംഗീകരിച്ച് ലീലയാടുവാൻ നിശ്ചയിച്ചു. ഭഗവാന്റെ ആഗ്രഹം മനസ്സിലാക്കിയതുപോലെ ദിക്കുകളിൽ ചന്ദനച്ചാർ അണിയിച്ചുകൊണ്ട് ചന്ദ്രൻ ഉദിച്ചു. ശ്രീശുക ഉവാച ഭഗവാനപിതാ രാത്രി ശരദോത്ഫുല്ലമല്ലിക വീക്ഷരന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത തതോടു രാജകകുഭക്കരൈർമുഖം പ്രാച്യാവിലിംബന്നുരുണേന ശന്തമേ സചർഷണീനാമുദഗാച്ഛുജോ മൃജൻ പ്രിയപ്രിയായ ഇവ ദീർഘദർശന ദൃഷ്ട്വാ കുമുദ്വന്ദ്വമഖണ്ഡമണ്ഡലം രമാനനാഭം നവകുങ്കുമാരുണം വനഞ്ച തത്കോമളഗോഭിരഞ്ജിതം ജഗോകളം വാമദൃശാം മനോഹരം നിശമ്യഗീതം തദനങ്കവർദ്ധനം വ്രജസ്ത്രിയ കൃഷ്ണഗൃഹീതമാനസാ ആജഗ്മുരന്യോനമലക്ഷിതോദ്യമാ സയത്ര കാന്തോജവലോലകുണ്ഡല ദുഹന്ത്യോഭിയയുക്കാശ്ചിദ്ദോഹം ഹിത്വാ സമുത്സുക പയോതിശ്രിത്യ സംയാവ മനുദ്വാസ്യാപരായയോ പരിവേഷയന്ത്യസ്തദ്ദിത്വാ പായയന്ത്യ ശിശൂൻപയ ശുശ്രൂഷന്ത്യപതേൻ കാശ്ചിദശ്നന്തോ വാസ്യഭോജനം ബിംബന്ത്യപമൃജന്ത്യോന്യോ അഞ്ജന്ത്യ കാശ്ചലോചനെ വ്യത്യസ്താ വസ്ത്രാഭരണാ കാശ്ചിത് കൃഷ്ണാന്തികം യയോ താവാര്യമാണാപതിഭി പിതൃഭിർഭാതൃബന്ധുഭി ഗോവിന്ദാപഹൃതാത്മാനോ നനുവർത്തന്ത മോഹിതാ അന്തർഗൃഹഗതാ കാശ്ചിത് ഗോപ്യോലബ്ധവിനിർഗമാ കൃഷ്ണം തദ്ഭാവനായുക്ത ദദ്യുർമീലിതലോചന ദുസ്സഹപ്രേഷ്ടവിരഹ തീവ്രതാപധുതാ ശുഭ ധ്യാനപ്രാപ്താച്യുതാ ശ്ലേഷ നിർവൃത്യാ ക്ഷീണമംഗള തമേവ പരമാത്മാനം ജാരബുദ്ധ്യാഭിസംഗത ജഹുർഗുണമയം ദേഹം സദ്യ പ്രക്ഷീണബന്ധന രാജോവാച കൃഷ്ണം വിദുപരങ്കാന്തം നതു ബ്രഹ്മതയാ മുനി ഗുണപ്രവാഹോ പരമസ്ത്രാസാംഗുണധിയം കഥം ശ്രീസുഗോവാച ഉക്തം പരസ്താദേതദത്തേ ചൈദ്യസിദ്ധീയതാ ഗതാത്യുഷന്നപി ഹൃഷീകേശം കിമുതാദോക്ഷജപ്രിയ നൃണാന്നിശ്രേയസാർത്ഥായ വ്യക്തിർഭഗവതോ നൃപ അവ്യയസ്യ പ്രമേയസ്യ നിർഗുണസ്യ ഗുണാത്മന കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദമേവ ച നിത്യം ഹരോ വിദദാതോ യാന്തി തന്മയതാ ഹിതേ ന ചൈവം വിസ്മയക്കാര്യോ ഭവതാ ഭഗവത്യജേ യോഗേശ്വരേശ്വരേ കൃഷ്ണേ യദ ഏതത് വിമുച്യതേ താദൃഷ്ട്വാന്തികമായാതാ ഭഗവാൻ വൃജയോഷിത അവദത് വദതാ ശ്രേഷ്ഠോ വാച പേശൈർവിമോഹയൻ ശ്രീഭഗവാനുവാച സ്വാഗതം വോ മഹാഭാഗ പ്രിയം കിങ്കരവാണിവ വ്രജസ്യാനാമയം ഗച്ഛിത് ബ്രൂതാഗമനകാരണം രജന്യേഷാ ഘോരരൂപ ഘോരസത്വനിഷേവിത പ്രതിയാതവജ്രം വ്രജം സ്നേഹസ്ത്രീഭിസുമദ്യമാ മാതരപിതരപുത്ര ഭ്രാതരപതയശ്ച വാ വിചിന്വന്തി പശ്യന്തോ മാകുണ്ഠം ബദ്ധസാധനം ദൃഷ്ടം വനം കുസുമിതം രാഗേശകരരഞ്ജിതം യമുനാനിലലീലൈജത്തരുവല്ലഭശോഭിതം യാതമാചിരങ്കോഷ്ടം ശുശ്രൂഷദ്വമ്പതീൻ സദീ കൃന്ദന്തി വത്സാ ബാലാശ്ചാതാൻ പായേതദുഹ്യത അഥവാ മതവിസ്നേഹാത് ഭവന്ത്യോ യന്ത്രിതാശയാഗതാ ഹിവവന്നം വാ പ്രീയന്തേ മൈജന്തവ ഭർത്തുശുശ്രൂഷണം സ്ത്രീണാം പരോ ധർമ്മോഹ്യമായയാ തദ്ബന്ധൂനാം ച കല്യാണ്യാ പ്രജാനാം ചാനുപോഷണം ദുശീലോ ദുർഭഗോ വൃദ്ധോ ജഡോ രോഗ്യധനോപി വാ പതിസ്ത്രീഭിർനഹാതവ്യോ ലോകേപ്സു വിരപാതകി അസ്വർഗ്യമയശസ്യം ച ഫൽഗുകൃച്ഛ്രംഭയാവഹം ജുഗുപ്സിതം ച സർവത്ര ഔപപത്യങ്കുലസ്ത്രിയ
ശ്രവണാത് ദർശനാധ്യാനാന്മയി ഭാവോനുകീർത്തന ന തഥാ സന്നികർഷേണ പ്രതിയാത തതോ ഗൃഹാൻ. ശ്രീശുകൗവാച ഇതി വിപ്രിയമാകർണ്യ ഗോപ്യോ ഗോവിന്ദഭാഷിതം വിഷണ്ണ ഭഗ്നസങ്കൽപ്പാ ചിന്താമാപുർദുരത്യ കൃത്വാ മുഖാന്യവശ്യുച ശ്വസനേന ശുഷ്യബിംബാധരാണി ചരണേന ഭുവൻ ലിഖന്ത്യ ആശ്രൈരൂപാത്തമശിവിക്കുചകുങ്കുമാനി തസ്തുർമൃജന്ത്യ ഉരുദുഃഖഭരാസ്മതൂഷ്ണീ. പ്രേഷ്ടം പ്രിയേതരമിവ പ്രതിഭാഷവാണം കൃഷ്ണം ദദർത്ത വിനിവർത്തിത സർവകാമ നേത്രേ വിമൃജ്യരുദിതോ വഹതേ സ്മ കിഞ്ചി സംരംഭ ഗദ്ഗദഹി ഗിരോ ധ്രുവതാനുരക്താഃ ഗോപ്യൗചുഃ മൈമം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സന്ധ്യജ്യ സർവവിഷയാസ്തവ പാദമൂലം ഭക്താഭിജസ്വസുരവഗ്രഹമാത്യജാസ്മാൻ ദേവോ യഥാതിപുരുഷോ ഭജതേ മുമുക്ഷൂൻ. യത്പത്യപത്യ സുഹൃദാനുവൃത്തിരംഗ സ്ത്രീണ സ്വധർമ്മ ഇതി ധർമ്മവിധാത്വയോക്തം അസ്തേവമേതദുപദേശപദേ ത്വയീശേ പ്രേഷ്ടോ ഭവാസ്തനുവൃതാങ്കില ബന്ധുരാത്മാ കുർവന്തി ഹി ത്വയിരതീം കുശലാസ്വാത്മന്നിത്യപ്രിയേ പതിസുതാദിഭിരർത്തിദൈകീം. തന്ന പ്രസീദ പരമേശ്വരമാസ്മ ചിന്യ ആശാമൃതാൻ ത്വയി ചിരാദരവിന്ദനേത്ര ചിത്തം സുഖേന ഭവതാപഹൃതം ഗൃഹേഷു യന്യർവിശത്യുതകരാവപി ഗൃഹ്യകൃത്യേ പാദോപദം ന ചലതസ്തവ പാദമൂലാദ്യാമക്കഥം വ്രജമതോ കരവാമ കിംവ സിഞ്ചാംഗനസ്തര അധരാമൃതപൂരകേണ ഹാസാവലോകകളഗീതജഹശ്രയക്തി. നോ ചേത് വയം വിരഹജാഗ്നുപയുക്തദേഹാധ്യാനേന യാമപദയോ പദവീ സഖേതേ യർഹ്യംബുജാക്ഷതവപാദതലം രമായാദത്തക്ഷണം ക്വചിദരണ്യജനപ്രിയസ്യ അസ്പ്രാക്ഷ്മതത്പ്രഭൃതി നാന്യസമക്ഷമംഗാസ്താതും ത്വയാഭിരമിതാവതപാരയാമ. ശ്രീര്യത്പദാംബുജ യശ്ചകമേ തുളസ്യ ലബ്ധ്വാപി വക്ഷസി പദങ്കിലഭൃത്യജുഷ്ടം യസ്യ സ്വവീക്ഷണകൃതേന്യസുരപ്രയാസാസ്തത്തദ്വയം ച തവ പാദരജ പ്രപന്നാഃ. തന്ന പ്രസീദ വൃജിനാർദ്ദനതേഘ്രിമൂലം പ്രാപ്താ വിസൃജ്യ വസതി സ്തുതുപാസനാശ ത്വൽസുന്ദരസ്മിത നിരീക്ഷണ തീവ്രകാമതപ്താത്മനാം പുരുഷഭൂഷണദേഹിദാസ്യം വീക്ഷ്യാളകാവൃതമുഖം തവ കുണ്ടലശ്രീകണ്ഠസ്ഥലാധരസുതം ഹസിതാവലോകം ദത്താഭയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈകരമണം ച ഭവാമദസ്യഃ. കാസ്ത്യംഗതേ കളപദായതമൂർച്ഛിതേന സമ്മോഹിതാര്യചരിതാനതലേ ത്രിലോക്യ ത്രൈലോക്യസൗഭഗമിദം ച നിരീക്ഷരൂപം യദ്ഗോദ്വിജദ്രുമമൃഗാ പുളകാന്യവിഭ്രൻ വ്യക്തം ഭവാൻ വൃജഭയാർത്തിഹരോഭിജാതോ ദേവോ യദാതിപുരുഷസുരലോകഗോപ്ത തന്നോ നിദേഹികരപങ്കജമാർത്തബന്ധോ തപ്തസ്തനേഷു ച ശിരസ്സു ച കിങ്കരീണാം. ശ്രീസുകൗവാച ഇതി വിക്ലവിദം ദാസാൻ ശ്രുത്വാ യോഗേശ്വരേശ്വരാബ്രഹസ്യ സദയംഗോ വീരാത്മാരാമോപ്യരീരമത് താഭിസമേതാഭിരുദാരചേഷ്ടിത പ്രിയേക്ഷണോത്ഫുല്ലമുഖീ വിരച്യുത ഉദാരഹാസദ്വിജകുന്ദദീതിർവരോചതൈണാം കൈവോടുഭിർവൃത ഉപഗീയമാന ഉദ്ഗായൻ വനിതാ ശതയൂഥപ മാലാം ബിഭ്രദ്വൈജയന്തീം വ്യചരൻ മണ്ഡയൻ വനം നദ്യാപുളിനമാവിശ്യ ഗോപിഭിർഹിമവാലുകം രേമേ തത്തരളാനന്ദ കുമുദാമോദവായുന ബാഹുപ്രസാരപരിരംഭകരാളഗോരു നീവീസ്തനാലഭന നർമ്മനഖാഗ്രപാദൈ ക്ഷേള്യാവലോകഹസിതൈർവ്രജസുന്ദരീണാം ഉത്തംഭയൻ രതിപതിം രമയാഞ്ചകാര ഏവം ഭഗവത കൃഷ്ണാലബ്ധമാനോ മഹാത്മന ആത്മാനം മേനിനെ സ്ത്രീണാം മാനിന്യോഭ്യധികം ഭുവി താസാന്തസൗഭഗമതം വീക്ഷ്യമാനം ച കേശവ പ്രശമായ പ്രസാദായ തത്രൈവാന്തരധീയത. ആ വൃന്ദാവനത്തെയും ഗോപികമാരുടെ ചിത്തവും ഹരികുമാർ കണ്ണൻ ഓടക്കുഴൽ വായിച്ചു. ആ ഗാനം കേട്ട് ഗോപികമാർ എല്ലാം മറന്ന സ്ഥലത്തേക്ക് ഓടി വന്നു. പശുക്കളെ കറക്കുന്നവർ പാലുപേക്ഷിച്ചും അടുപ്പത്ത് വെച്ച പാൽ ഇറക്കി വെക്കാതെയും കുങ്കുമചന്ദനാദി അണിയുന്നവർ അത് പൂർത്തിയാക്കാതെയും വസ്ത്രം ധരിക്കൽ ശരിയാകാതെയും അവർ കണ്ണൻ്റെ അരികിലേക്ക് ഓടി.
ചിലരെ പുറത്തിറങ്ങാൻ ഭർത്താക്കന്മാർ സമ്മതിച്ചില്ല. അവർ മുറിക്കുള്ളിലിരുന്ന് ധ്യാനം കൊണ്ട് സിദ്ധിച്ച അച്യുത ആശ്ലേഷ സൗഖ്യത്തിൽ കർമ്മപാശബന്ധങ്ങൾ പൊട്ടിച്ച് ശരീരം വെടിഞ്ഞു. ഗുണങ്ങൾക്കതീതനായി വിളങ്ങുന്ന ഭഗവാന്റെ അവതാരം ജനങ്ങൾക്ക് മോക്ഷം നൽകാനാണ്. വിദ്വേഷമോ വാത്സല്യമോ ഭക്തിയോ ഇതിലേതായാലും മനസ്സിൽ ഉറപ്പിക്കുന്നവന് മോക്ഷം ലഭിക്കും. കൃഷ്ണൻ ഗോപികമാരോട് പറഞ്ഞു, തൻ്റെ സമീപത്ത് വന്ന ഗോപികമാരോട് ഭഗവാൻ അവരുടെ ക്ഷേമാന്വേഷണം നടത്തി. രാത്രിയാണ്, ദുഷ്ടന്മാരും ദുഷ്ടജന്തുക്കളുമുള്ള ഘോരവനമാണ്. ഭർത്താക്കന്മാരും അച്ഛനമ്മമാരും നിങ്ങളെ തേടുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോവി. നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണെങ്കിൽ അത് നല്ലത് തന്നെ. ജന്തുക്കളെല്ലാം എന്നെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ധർമ്മം, പരമമായ ധർമ്മം, ഭർത്താവ് എങ്ങനെയുള്ളവനായാലും നിങ്ങൾ പുണ്യലോകങ്ങളെ ഇച്ഛിക്കുന്നവരാണെങ്കിൽ അവരെ സേവിക്കണം. അതിനാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മടങ്ങുക. കൃഷ്ണൻ ഇങ്ങനെ പറയുകയാൽ സങ്കടത്തോടുകൂടി കണ്ണുകൾ തുടച്ച് ഇടറിയ ശബ്ദത്തിൽ അവർ പറഞ്ഞു, ഇങ്ങനെ ക്രൂരവാക്യം പറയരുത്. ഞങ്ങളെ അങ്ങ് പരിത്യജിക്കരുത്. ബന്ധുക്കളെ അനുസരിക്കണമെന്ന് അങ്ങ് പറഞ്ഞത് പതിവായി അനുസരിക്കേണ്ട ധർമ്മമാണ്. അങ്ങനെ പറഞ്ഞത് അങ്ങക്ക് യോഗ്യം തന്നെ. ഞങ്ങൾ അങ്ങയിൽ ഉൾപ്രേമമാർന്നിരിക്കുന്നു. ഏറെ നാളായി അങ്ങയിൽ ഞങ്ങൾക്ക് കാമം വളരുന്നു. അതിനാൽ ഞങ്ങൾക്ക് ആശിസ്സേകൂ. ഗ്രഹകൃത്യങ്ങളിൽ മുഴുകിയ ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് ഹരിച്ചിരിക്കുന്നു. അങ്ങയുടെ പാദമൂലത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ വ്രജത്തിലേക്ക് തിരിച്ചു പോകും? അങ്ങയുടെ അരികിൽ നിന്ന് മാറി നിൽക്കാൻ പോലും ഞങ്ങൾക്ക് ത്രാണിയില്ല. മാറിടം ഇരിപ്പിടമായി കിട്ടിയിട്ടും പാദമൂലം ആശ്രയിക്കുന്ന ലക്ഷ്മി ദേവിയെപ്പോലെ വീടുപേക്ഷിച്ച് അങ്ങയുടെ പാദം ആശ്രയിക്കുന്ന ഞങ്ങളിൽ പ്രസാദിക്കൂ. ഞങ്ങൾ അങ്ങയുടെ ദാസ്യമാശിക്കുന്നു. അങ്ങയുടെ കോമള രൂപം കണ്ടും മുരളീഗാനം കേട്ടും മോഹിക്കാത്ത ഏതൊരു സ്ത്രീയാണുള്ളത്? ഞങ്ങളുടെ സന്താപത്തിന് ശാന്തി വരുത്തൂ. ഇവരുടെ ദുഃഖം കലർന്ന ഈ വാക്കുകൾ കേട്ട് യോഗേശ്വരനായ കൃഷ്ണൻ അവരെ രമിപ്പിച്ചു. ആ ഗോപികമാരുടെ ഇടയിൽ കൃഷ്ണൻ താരാഗണ മധ്യത്തിലെ ചന്ദ്രനെ പോലെ ശോഭിച്ചു. കൃഷ്ണൻ ഗോപികമാരാൽ സ്തുതിക്കപ്പെട്ട് ഓടക്കുഴൽ വായിച്ചുകൊണ്ടു നിന്നു. രസകരമായി പലതും പറഞ്ഞവർ ശൃംഗാരലീലയിൽ മുഴുകി. ഇങ്ങനെ കൃഷ്ണനിൽ നിന്ന് അപൂർവമായ സത്കാരം ലഭിക്കയാൽ ആ ഗോപികമാർ ഗർവിതകളായി ആ മിഥ്യാഭിമാനം നശിപ്പിക്കാനായി ആ സ്ഥലത്തു നിന്ന് കൃഷ്ണൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. ഓം നമോ ഭഗവതേ വാസുദേവായ.